ദൈവികം എന്ന് പറഞ്ഞ് നാം ചെയ്യുന്ന സകലത്തിൻ്റെയും ഫലമായി കാണപ്പെടേണ്ടത് മനുഷ്യജീവിതങ്ങളിലെ രൂപാന്തരമാകും. അതെ, ദൈവഹിതപ്രകാരമുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകണം. അതുണ്ടാകാത്ത ഒരു പരിപാടിയും ക്രിസ്തീയമല്ല എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെ രൂപാന്തരം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം കേട്ട് ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു ദൈവവചന ശുശ്രൂഷക്കാരൻ്റെ ഉത്തരവാദിത്വം. സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന വിശ്വസ്തരായ ശുശ്രൂഷകർ ദേശത്തിൻ്റെ കാവൽക്കാരാണ്. അവരുടെ ശുശ്രൂഷകൾ ദൈവജനത്തിന് സംരക്ഷണം നൽകും. വിശ്വസ്തരായ ദൈവവേലക്കാരെ ദേശങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യെഹെസ്കേൽ പ്രവചനം 33-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. യെഹെസ്കേൽ പ്രവചനം 33 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവിൻ്റെ മഹത്വത്തെയും വരുവാനിരിക്കുന്ന സഹസ്രാബ്ദ യുഗത്തിൻ്റെ മഹിമയെയും നാം കാണാൻ പോകുന്നു. ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ 32-ാം അധ്യായത്തോടെ അവസാനിച്ചിരിക്കുന്നു. ഇവയിൽ ചില രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് തൊട്ടുകിടക്കുന്നവയായിരുന്നു. അവർ ഇസ്രായേലുമായി വളരെ അടുപ്പത്തിലുമായിരുന്നു. നിശ്ചയമായും അവരുമായി ഇസ്രായേലിന് രക്തബന്ധം തന്നെയും ഉണ്ടായിരുന്നു. യെരുശലേം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് നൽകപ്പെട്ട പ്രവചനങ്ങളാകുന്നു നാം ഇതിനു മുമ്പ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നാം ഈ പ്രവചന പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് 33 മുതൽ 48 വരെയുള്ള ഭാഗത്ത്. അവിടെ യെരുശലേമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള യെഹെസ്കേലിൻ്റെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെഹെസ്കേൽ ഇവിടെ പിന്നെയും യെരുശലേമിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇസ്രായേൽ ദേശമാണ് അവൻ്റെ പ്രവചന വിഷയം. പക്ഷേ അവൻ്റെ സന്ദേശം വളരെ വ്യത്യസ്തമാണ്. 25-ാം അധ്യായം വരെയും സകലവും യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് ആയിരുന്നു ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ യെഹെസ്കേൽ പ്രവചിച്ചതുപോലെ തന്നെ അക്ഷരികമായി യെരുശലേം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും അവൻ വരുവാനുള്ള സഹസ്രാബ്ദ രാജ്യത്തിൻ്റെ, അതായത് ഭാവിയിലേക്ക് അവൻ നോക്കുകയാണ്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം വീണ്ടും ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്തേക്ക് പ്രവാചകൻ നോക്കുകയാണ്. അത് ഈ ഭാഗത്തെ വളരെ ശ്രദ്ധേയമാക്കി തീർക്കുന്നു എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറയട്ടെ. യെഹെസ്കേലിൻ്റെ നിയോഗം ഇവിടെ പുതുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതുവരെ അവൻ നല്ലൊരു ജോലി ചെയ്തു എന്നുള്ള പ്രശംസയും കൂടി അവനിപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇവിടെ മുതൽ അവൻ പറയാൻ പോകുന്നത് അടിമത്തത്തിലുള്ളവരോടാണ്. അവർ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ ജീവിക്കണമെന്ന് യെഹെസ്കേൽ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പ് തങ്ങളുടെ പാപം നിമിത്തം ഈ അടിമകൾക്ക് യാതൊരു പ്രത്യാശയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭാവിയിൽ ഇസ്രായേൽ മക്കൾക്ക് വരുവാനിരിക്കുന്ന പ്രത്യാശയെ പ്രവാചകൻ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ക്രിസ്തുവിശ്വാസികൾക്കും ഒരു പ്രത്യാശയുണ്ട്. അത് മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ ചെയ്യുന്ന എന്തിലെങ്കിലും കേന്ദ്രീകരിച്ചുള്ളതല്ല. നമുക്കിന്നുള്ള പ്രത്യാശ ഒരു തത്വജ്ഞാനമല്ല, ഒരു സിദ്ധാന്തമല്ല. നമ്മുടെ പ്രത്യാശ ദൈവവചനത്തിലാകുന്നു അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്തോ അത് ഭാവിയിൽ സംഭവിക്കുമെന്നുള്ള പ്രത്യാശ. ഇക്കാലത്തെ ദൈവമക്കളുടെ മാർഗദർശക തത്വം അതാണ്. ഇസ്രായേൽ സഹസ്രാബ്ദത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നത് പോലെയുള്ള ഒന്നല്ല ഞാനീ പറഞ്ഞത്. നാം യഥാർത്ഥത്തിൽ പുതിയ യെരുശലേമിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ പോലെയല്ല. നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിത്യതയിലേക്കാണ്. ക്രിസ്തുവിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും മുമ്പിലുള്ളത് അതാകുന്നു. പ്രവാചകന് ലഭിച്ച പുതിയ നിയോഗം എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇന്ന് 33-ാം അധ്യായമാണ് നാം പഠിക്കുവാൻ പോകുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ ഞാൻ വായിക്കട്ടെ. യഹോവയുടെ അരുളപ്പാട്
എനിക്കുണ്ടായതെന്തെന്നാൽ, യെഹെസ്കേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയോഗം തൻ്റെ എഴുത്തുകളുടെ വളരെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കാര്യമായി നാം കാണുന്നു. അവൻ പറയുന്നത് സ്വന്തമായ ചിന്തകളോ തത്വങ്ങളോ അല്ല, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാട് തന്നെയാകുന്നു എന്ന് അവൻ ഉറപ്പിച്ചു പറയുകയാണ്. ഇനിയും 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, മനുഷ്യപുത്ര, നീ നിൻ്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനായി വെച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. ദൈവം പ്രവാചകനെ ഒരു പട്ടണത്തിൻ്റെ കാവൽക്കാരനായി ചിത്രീകരിക്കുകയാണ്. ആ കാലത്തെ പ്രധാനപ്പെട്ട മിക്കവാറും പട്ടണങ്ങൾ മതിൽ കെട്ടി സുരക്ഷിതമാക്കിയിരുന്നതാണ്. പട്ടണത്തിൻ്റെ അധികാരി പട്ടണത്തിൽ ആരും അതിക്രമിച്ച് കടക്കാതിരിക്കാൻ കാവൽക്കാരനെ നിയോഗിച്ചു വരുന്നു. കാവൽക്കാരൻ മതിലിന് മുകളിൽ നിന്ന് രാത്രി മുഴുവനും പട്ടണത്തെ കാവൽ ചെയ്യുമായിരുന്നു. ഒരു രാത്രിയിൽ കാവലിന് പലർ മാറി മാറി നിൽക്കുകയും ചെയ്യുമായിരുന്നു. ആ സന്ദർഭം താങ്കളൊന്ന് ഭാവന ചെയ്തു നോക്കൂ. രാത്രിയിൽ കാവൽ അവസാനിപ്പിക്കുന്ന സമയത്ത് ആ ഇരുട്ടിൽ യാതൊരു ശത്രുവും പട്ടണത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ലക്ഷണം ഒന്നുമില്ലെന്നുറപ്പാക്കി കഴിയുമ്പോൾ കാവൽക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയും, എല്ലാം സുരക്ഷിതമായിരിക്കുന്നു. എന്നാൽ കള്ളപ്രവാചകന്മാർ ചെയ്തതും ഇതുതന്നെയാണ്. അവരും വിളിച്ചു പറഞ്ഞു, എല്ലാം ശുഭമായിരിക്കുന്നു, പട്ടണം സുരക്ഷിതമായിരിക്കുന്നു എന്ന്. പക്ഷേ കള്ളപ്രവാചകന്മാർ അത് പറയുമ്പോൾ ശത്രു പട്ടണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാണാൻ സാധിക്കാത്ത വിധം അവർ അന്ധരായിരുന്നു. എന്നാൽ യെഹെസ്കേൽ പ്രവാചകൻ വിശ്വസ്തനായ ഒരു കാവൽക്കാരനായിരുന്നു. ശത്രു വരുന്നത് അവൻ കണ്ടു. അത് ജനത്തോടവൻ വിളിച്ചു പറഞ്ഞു. അതെ, ബാബേൽ എന്ന ശത്രു വരികയായിരുന്നു. ഇനിയും 6-ാം വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്നൊരുത്തനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ ഇവൻ തൻ്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. ഇപ്പോഴിതാ ജനങ്ങൾ അവരുടെ പാപത്തിൻ്റെ പേരിൽ ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നു, ശിക്ഷിക്കപ്പെടുവാൻ പോകുന്നു. എന്നാൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ കാവൽക്കാരനായിരിക്കും അതിൻ്റെ ഉത്തരവാദി. യെഹെസ്കേൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കള്ളപ്രവാചകർ അത് ചെയ്തില്ല. യെഹെസ്കേൽ നല്ല വേല ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത വാക്യത്തിൽ അത് നാം കാണുന്നുണ്ട്. 7-ാം വാക്യത്തിൽ, അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. യെഹെസ്കേൽ തനിക്ക് ലഭിച്ച നിയോഗം നിവർത്തിച്ചിട്ടുണ്ട്. 8-ാം വാക്യം, ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിവാൻ കരുതി കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ദുഷ്ടന്മാരോട് അവർ ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഒരു കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം. ജനങ്ങൾ സ്വീകരിക്കില്ലെങ്കിൽ കൂടിയും യെഹെസ്കേൽ അത് വിശ്വസ്തയോടെ ചെയ്തു. ഒരു കാവൽക്കാരന് തൻ്റെ പേരിൽ കുറ്റം വരാതിരിക്കാനുള്ള ഒരേ ഒരു കാര്യം മുന്നറിയിപ്പ് വിളിച്ചു പറയുക എന്നതാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർക്ക് അതിൻ്റെ ഫലത്തെക്കുറിച്ച് വലിയ ആവശ്യബോധം ഇല്ലാതെ പോയി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അനേകരും പറയുന്നത്, ഈ പ്രാവശ്യത്തെ കൺവെൻഷന് നമുക്ക് ഇന്നാരെ വിളിക്കാം, അയാൾ പ്രസംഗിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇതാണ് സാധാരണ കേൾക്കുന്നത്. ഒരു മീറ്റിങ്ങിലേക്ക് ആളുകൾ കൂട്ടമായി കടന്നു വരുന്നു എന്നതോ
പ്രസംഗത്തിന് ശേഷമോ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് മുൻപിലേക്ക് വരികയോ എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്യുന്നതല്ല സർവപ്രധാനപ്പെട്ട കാര്യം. ആ പ്രസംഗകൻ ജനത്തോട് പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മീറ്റിങ്ങിൽ കടന്നു വരുന്ന ജനക്കൂട്ടത്തെ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. എന്നാൽ ആശീർവാദത്തിന് ശേഷം കടന്നു പോകുന്നവരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. മീറ്റിങ്ങിൽ ആളുകൾ ധാരാളം വരുന്നത് നല്ലതല്ലെന്നോ അതെനിക്കിഷ്ടമില്ലെന്നോ ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിലായല്ലോ. ഒരു പ്രദേശത്തൊരു മീറ്റിംഗ് നടത്തിയാൽ ആ പ്രദേശത്തുള്ള ഒരു വ്യക്തി പോലും ശേഷിക്കാതെ എല്ലാവരും കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ആ മടങ്ങിപ്പോകുന്നവരെ ഞാൻ വാസ്തവത്തിൽ ദാഹത്തോടെ നോക്കും. അവർക്ക് ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? അത് ഞാൻ ശ്രദ്ധിക്കും. അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. നമ്മുടെ ഹൃദയത്തിൽ ഉത്കണ്ഠ ഉണ്ടാക്കേണ്ടത് അതായിരിക്കണം. തെറ്റായ ജനക്കൂട്ടത്തെ ആയിരിക്കും നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നാം പറഞ്ഞെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ വിമർശിച്ചു എന്ന് വന്നേക്കാം. ദൈവവചനം ശ്രവിക്കുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ മുന്നറിയിപ്പ് ഉൾക്കൊള്ളുന്നുവോ എന്നതാണ് നാം ഉറപ്പാക്കേണ്ടത്. അവൻ തൻ്റെ പാപത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കേട്ടില്ലെങ്കിൽ അവൻ കേട്ടത് വെറും സമൃദ്ധിയുടെ സുവിശേഷം മാത്രമാകുന്നു. കെട്ടുകഥകളും സരസ സംഭാഷണങ്ങളും മാത്രം കേട്ട് നല്ലതായിരുന്നു എന്ന ഒരു അഭിപ്രായവും പറഞ്ഞ് പിന്നെയും പഴയ പാപജീവിതത്തിലേക്ക് തന്നെ പോവുകയാകുന്നുവെങ്കിൽ ആ പ്രസംഗകൻ അതിന് ഉത്തരവാദിയാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. തൻ്റെ കർത്തവ്യത്തെ നിരസിച്ചതിന് ആ പ്രസംഗകൻ ദൈവം മുൻപാകെ ഉത്തരം പറയേണ്ടി വരും. അതെ, ദൈവത്തിൻ്റെ ഹൃദയഭാരമാണ് ഒരു പ്രസംഗകൻ പങ്കുവയ്ക്കേണ്ടത്. ജനത്തിന് ഇഷ്ടമുണ്ടോ എന്നതല്ല, അവർക്കാവശ്യമായതെന്തോ അതാണ് നാം നൽകേണ്ടത്. എന്നുകണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ വിളമ്പണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് മനസ്സിലായല്ലോ. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സ്നേഹത്തോടെ സത്യം സംസാരിക്കുവാൻ നാം ഒരിക്കലും മടിക്കരുത്. ഇനി ഞാൻ 11-ാം വാക്യം വായിക്കട്ടെ. എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിവീൻ, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിന് മരിക്കുന്നു എന്നവരോട് പറക. ന്യായം വിധിക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ ഈ വാക്യത്തിൽ നിന്നും വ്യക്തമാകുന്നത്? യെശയ്യാവ് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ന്യായവിധി എന്നത് ദൈവത്തെ സംബന്ധിച്ച് അസാധാരണമായ ഒരു പ്രവൃത്തിയാണ്. ദൈവം അവരെ രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ന്യായം വിധിക്കാനല്ല. അവർ ദൈവത്തിങ്കിലേക്ക് തിരിയാനും ജീവൻ പ്രാപിക്കാനും ദൈവം തിടുക്കം കാട്ടുകയാണ്. ദൈവം അതിനു വേണ്ടിയിട്ട് ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവം എത്ര കരുണാസമ്പന്നനാകുന്നു എന്ന കാര്യം നാം മറക്കരുത്. എന്നാൽ ജനത്തിൻ്റെ പ്രതികരണം നോക്കൂ. 17-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ നിൻ്റെ സ്വജാതിക്കാർ കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. അവരുടെ വഴി എത്രേ ചൊവ്വില്ലാതെ ഇരിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് മറ്റൊരു പരാതി ഉണ്ടായിരുന്നതായി നാം കാണുന്നു. അവർ പറയാണ്, ദൈവത്തിൻ്റെ ന്യായവിധി നന്നായിരുന്നില്ല. പ്രവാസത്തിൽ പോയ ഈ അടിമകളുടെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുണ്ടായിരുന്നു, എന്നിട്ടും ദൈവം എല്ലാവരെയും ഒരുപോലെ ന്യായം വിധിച്ചു എന്നതാണ് അവരുടെ പരാതി. 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും. എന്താ ഈ വാക്യം ചിന്താക്കുഴപ്പമുണ്ടാക്കിയോ? ആർക്കെങ്കിലും രക്ഷ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല ഈ വാക്യം പറയുന്നത്. ദൈവം ഇവിടെ പറയുന്നത് തൻ്റെ മക്കളിൽ ആരെങ്കിലും പാപത്തിലായിരിക്കുന്നുവെങ്കിൽ താൻ അവരെ ശിക്ഷിക്കുമെന്നത്രേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതും ഇതുതന്നെയാണ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. യോഹന്നാനിലൂടെ ദൈവം പറയുന്നു മരണത്തിനുള്ള പാപമുണ്ട് എന്ന്. എങ്ങനെയുള്ള മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് ശാരീരിക മരണത്തെക്കുറിച്ചാണ്, രക്ഷ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ആത്മീയ മരണത്തെക്കുറിച്ചല്ല. എന്നാൽ
രക്ഷിക്കപ്പെട്ടൊരു സമയം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശിക്ഷണത്തെക്കുറിച്ച് അനേകരും അത്ര ഗൗനിക്കുന്നില്ല എന്നത് ആശ്ചര്യകരമാണ്. ഇവിടുത്തെ ഊന്നൽ വ്യക്തിപരമായ നമ്മുടെ കണക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥയെക്കുറിച്ചാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 19-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, എന്നാൽ ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. താൻ ചെയ്യുന്നതെന്തിലും ദൈവം നീതിമാനാകുന്നു എന്നോർക്കണം നിങ്ങൾ. ദുഷ്ടതയിൽ ജീവിച്ച ഒരുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം അവനെ രക്ഷിക്കും എന്നാണ് ഇവിടെ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്. 20-ാം വാക്യം, എന്നിട്ടും കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. ഈ പ്രവാസത്തിൽ പോയവരുടെ കൂട്ടത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുമുണ്ടായിരുന്നു. ദുഷ്ടന്മാരോടൊപ്പം പ്രവാസത്തിൽ പോയ ഈ ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ആളുകൾ അവർ പരാതിപ്പെടുകയാണ്. ദൈവം ചെയ്തത് ശരിയായില്ല. അതാണ് പരാതി. നിങ്ങളും ഞാനും പലപ്പോഴും ഇതേ കാര്യം തന്നെ ചെയ്യാറില്ലേ? ഞാൻ മദ്യപിക്കുന്നില്ല, പക്ഷേ മദ്യപിക്കുന്നവർക്കായി എനിക്ക് ചെലവിടേണ്ടി വരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം നാം ഈ രാഷ്ട്രത്തോട്, നമ്മുടെ സമൂഹത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രത്തോട് താതാത്മ്യപ്പെട്ടതിനാൽ ഇസ്രായേലിലെ നല്ല മനുഷ്യർ ദുരിതം സഹിക്കുകയായിരുന്നു. ദൈവം അവരോട് പറയുന്നത് നോക്കൂ, ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും. അതായത് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ന്യായം വിധിക്കുമെന്ന്. താങ്കൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, ഒരു ദിവസം ന്യായവിധിക്കായി താങ്കൾക്ക് ദൈവം മുൻപാകെ നിൽക്കേണ്ടി വരും. താങ്കൾ ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്ത പാപത്തിന് ശിക്ഷ ഏൽക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടില്ല. നിങ്ങൾ ഒരു രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാകുന്നുവെങ്കിൽ ഒരു വിധത്തിലും ദൈവത്തിൽ യാതൊരു അവകാശവാദവും നടത്താൻ നിങ്ങളെക്കൊണ്ടാവില്ല. പുതിയ നിയമത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദുഷ്ടന്മാരുടെ പ്രാർത്ഥന താൻ കേൾക്കുന്നില്ലെന്ന് ദൈവം പറയുന്നില്ല. അവൻ പറയുന്നത് നീതിമാന്മാരുടെ പ്രാർത്ഥന താൻ കേൾക്കുന്നു എന്ന് മാത്രമാണ്. അതിൻ്റെ ധ്വനി എന്താണ്? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കാൻ യാതൊരു കടപ്പാടും തനിക്ക് തോന്നുന്നില്ല എന്നല്ലേ? തെറ്റിദ്ധരിക്കേണ്ട. രക്ഷയ്ക്കായി ഈ പറഞ്ഞ വ്യക്തി വിളിച്ചപേക്ഷിക്കുകയാകുന്നു എങ്കിൽ തീർച്ചയായും ദൈവം അത് കേൾക്കും, ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടുത്തെ ആശയം എന്താണെന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെടാത്ത ഒരുവന് ദൈവത്തോട് യാതൊരു അവകാശവാദവും നടത്തുവാൻ കഴിയില്ല എന്നതാണ്. അയ്യോ, എനിക്കെന്തുകൊണ്ടിത് സംഭവിച്ചു, എൻ്റെ ദൈവമേ എന്ന് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി, ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയണം, ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരുണയിൽ യാതൊരു അവകാശവുമില്ലെന്ന്. നഷ്ടപ്പെട്ട ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ ദൈവം അതിൽ നീതിമാനാകുന്നു എന്നത് തീർച്ചയാണ്. ദൈവത്തിൻ്റെ ലോകത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത് എന്ന കാര്യം ചിലപ്പോൾ നാം മറന്നു പോകുമില്ലേ? ഇത് അവൻ്റെ ലോകമാണ്, അവൻ്റെ സൃഷ്ടിയാണ്. 21-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ 12-ാം ആണ്ട് 10-ാം മാസം 5-ാം തീയതി യെരുശലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എൻ്റെ അടുക്കൽ വന്ന് നഗരം പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യെഹെസ്കേൽ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ദൈവം അത് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും അതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. പട്ടണത്തിൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ള വാർത്ത അവരുടെ ചെവിയിലെത്തിയപ്പോൾ അതവരെ തീർത്തും സ്തബ്ധരാക്കിയിട്ടുണ്ട്. ആ വാർത്ത അവരെ നടുക്കിക്കളഞ്ഞു. അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇതുപോലൊരു കാര്യം സംഭവിക്കുമെന്ന്. ഈ വാർത്ത വന്ന അന്ന് തന്നെ യെഹെസ്കേലിൻ്റെ ഭാര്യ മരിച്ചു. അപ്പോൾ അവനോട് ദൈവം പറഞ്ഞു, നിൻ്റെ ഭാര്യയെ നീ ഓർത്തിട്ട് മൃതവിലാപം കഴിക്കരുത്. ഞാൻ ജനത്തിൻ്റെ ഈ പട്ടണം ഉപേക്ഷിച്ചിരിക്കുന്നു.
ഇത് അവർ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യെരുശലേം പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് അവർ ചിന്തിക്കുന്നു. ഞാൻ പാപത്തെ ശിക്ഷിക്കും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഞാൻ അത് ചെയ്യും. അതുകൊണ്ട് നിൻ്റെ ഭാര്യയെ പ്രതി നീ വിലപിക്കരുത്. അതൊരു ദൃഷ്ടാന്തമായിരുന്നു. ആ പട്ടണം അതിൻ്റെ പാപം മൂലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ സമയത്ത് ജനം മനസ്സിലാക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞത്. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ചാടിപ്പോയവൻ വരുന്നതിൻ്റെ തലേന്നാൾ വൈകുന്നേരം യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. രാവിലെ അവൻ എൻ്റെ അടുക്കൽ വരുമ്പോഴത്തേക്ക് യഹോവ എൻ്റെ വായ് തുറന്നിരുന്നു. അങ്ങനെ എൻ്റെ വായ് തുറന്നതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതെ ഇരുന്നില്ല. 24-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞത് ഓർക്കുമല്ലോ. അതിനുശേഷം 25 മുതൽ 33 വരെ യെരുശലേമിനെക്കുറിച്ചുള്ള യാതൊരു പ്രവചനവും നൽകിയിരുന്നില്ല. അവൻ യെരുശലേമിന് ചുറ്റുമുള്ള ജാതികളെക്കുറിച്ചുള്ള പ്രവചനമാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും 33-ാം അധ്യായത്തിൽ ദൈവം അവനോട് പറയുകയാണ്, എനിക്കിനിയും ചില ദൂതുകൾ യെരുശലേമിനെക്കുറിച്ച് പറയാനുണ്ട് എന്ന്. 23-24 വാക്യങ്ങളിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ദേശത്തിലെ ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ, അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു, ഞങ്ങളോ പലരാകുന്നു, ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്ന് പറയുന്നു. അബ്രഹാമിനെ ദൈവം എങ്ങനെ പരിപാലിച്ചു എന്ന് ഈ ജനം ഓർക്കുകയാണ്. അബ്രഹാം ഏകനായിരുന്നു, ഇവരോ ഇപ്പോൾ ഒരു കൂട്ടമുണ്ട്. അതുകൊണ്ട് അബ്രഹാമിനെ പോലെ ദൈവം അവരെ കരുതും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അബ്രഹാമും അവരും തമ്മിൽ എത്ര വലിയ അന്തരമുണ്ട്! ഈ യാഥാർത്ഥ്യം അവർ മറന്നു കളയുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്നാൽ ഈ ജനം ദൈവത്തിൽ വിശ്വസിച്ചില്ല. 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഞാൻ ദേശത്തെ പാഴും ശൂന്യവും ആക്കും, അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം നിന്നുപോകും, ഇസ്രായേൽ പർവ്വതങ്ങൾ ആരും വഴി പോകാതെ വണ്ണം ശൂന്യമായി തീരും. ഈ ജനത്തിൻ്റെ പാപം മൂലം ന്യായവിധി വരുന്നത് അവരുടെ മേൽ മാത്രമല്ല, ആ ദേശത്തിന്മേലും അത് വന്നിരിക്കുന്നു എന്നാണ് പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്. 30-ാം വാക്യത്തിൽ നാം കാണുന്നത്, മനുഷ്യപുത്ര, നിൻ്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ചു. യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾപ്പീനെന്ന് തമ്മിലും ഓരോരുത്തൻ താൻ്റെ സഹോദരനോടും പറയുന്നു. ഏതായാലും ജനം ഇപ്പോൾ ഒന്ന് കുലുങ്ങിയിരിക്കുക. അവർ ഇപ്പോൾ യെഹെസ്കേലിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ അതനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. 31-ാം വാക്യത്തിൽ, സംഘം കൂടി വരുന്നത് പോലെ അവർ നിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിൻ്റെ മുമ്പിലിരുന്ന് നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. പുറമേ നോക്കിയാൽ അവർ ഇപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് തോന്നും. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് കേൾക്കാൻ അവർക്കിപ്പോൾ നല്ല ഉത്സാഹമാണ്. പക്ഷേ അവനെ അനുസരിക്കാൻ ഒട്ടും താല്പര്യവുമില്ല. നമ്മുടെ ഇക്കാലത്തും പള്ളിയിൽ പോകുന്നവരെ പോലെ ആയിരുന്നു അവർ അന്ന് എന്ന് തോന്നുന്നു. കൺവെൻഷന് പോകാനും നല്ല പ്രസംഗം കേൾക്കാനും ഇന്ന് ആളുകൾക്ക് വളരെ താല്പര്യമാണ്. പക്ഷേ അവർ കേൾക്കുന്നത് എന്തോ അത് അവരെ രൂപാന്തരപ്പെടുത്തുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത് ഇക്കാലത്തും പ്രസക്തമാണ്. യാക്കോബ് പറഞ്ഞു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ എന്ന്. പ്രവാസത്തിലായിരുന്നവരെക്കുറിച്ച് ദൈവം പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. അവർ എൻ്റെ വചനം കേൾക്കും, പക്ഷേ അവർ അതിനെ അനുസരിക്കുകയില്ല. 32-33 വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ അവർക്ക് മധുര സ്വരവും വാദ്യ നൈപുണ്യവുമുള്ള ഒരുത്തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല താനും. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു, അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും. ഇപ്പോൾ ഇതാ യെരുശലേം വീണുപോയിരിക്കുന്നു. യെഹെസ്കേൽ പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ അവൻ യഥാർത്ഥ പ്രവാചകനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും.
ദൈവത്തിൻ്റെ വചനങ്ങളെ അവൻ അവർക്ക് അറിയിച്ചു കൊടുത്തു. അവർ അതനുസരിച്ചിട്ടില്ലെന്നും അവർ അറിയുന്നതാണ്. അവിശ്വാസം ബോധപൂർവമാകുന്നു. അത് മനഃപൂർവ്വം തന്നെയാണ്. ദൈവം പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വലിയ മനോഭാവമുണ്ട് എന്നതല്ല അതിന് കാരണം. യഥാർത്ഥ കാരണം തങ്ങളുടെ പാപത്തെ ഉപേക്ഷിക്കാൻ മനുഷ്യന് മനസ്സില്ല എന്നതാണ്. ഇവിടെ യെഹെസ്കേലിന് മുമ്പിലുള്ള ജനത്തിൻ്റെ പ്രശ്നവും ഇതായിരുന്നു. അവർ യെഹെസ്കേലിൽ നിന്നും ദൈവവചനം കേൾക്കാനും അവനെ സമീപിക്കാനും തയ്യാറായി. പക്ഷേ അത് എന്തു തന്നെ ആയാലും അവരിൽ അതൊട്ടും മാറ്റം വരുത്തിയില്ല. അതവരെ സ്വാധീനിച്ചില്ല. ദൈവം പ്രവാചകനോട് പറയുകയാണ്, ഈ ജനക്കൂട്ടം നിന്നെ കബളിപ്പിക്കാൻ ഇടയാകരുത്. അവർ നിൻ്റെ അടുത്ത് വരുന്നതും വചനം കേൾക്കുന്നതും ഒക്കെ ശരി തന്നെ. പക്ഷേ നീ പറയുന്നതിനെ അവർ ശ്രദ്ധിക്കും അല്ലെങ്കിൽ അനുസരിക്കുമെന്ന് നീ ചിന്തിക്കരുത്. അവർ ഒരിക്കലും വചനം അനുസരിക്കുന്നവരല്ല. സ്നേഹത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേൾക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം കേൾക്കുകയും എന്നാൽ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുകയും ചെയ്യുന്നവർ ദൈവജനത്തിൻ്റെ മധ്യത്തിലെ ഇടർച്ചകളാണ്. തങ്ങളെ തന്നെ ചതിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അധികം ശിക്ഷാവിധിക്ക് അത് കാരണമാകുന്നുവെന്ന് ഈ കൂട്ടർ മറന്നുപോകുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവവചന കേൾവി നമ്മെ സഹായിക്കട്ടെ.